അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇന്ന് ബിരിയാണി കഴിക്കാൻ പോകാം, പള്ളിക്കാനിൽ പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, മഴ ചതിച്ചു പോയി. എങ്കിലും ഞങ്ങൾ ആ മഴയൊക്കെ അവഗണിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി നനഞ്ഞ കോഴിയുടെ മട്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തോറ്റു പിന്മാറിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അൽഫോൻസ പള്ളിയുടെ ക്യാൻറ്റീനിലാണ്, അൽഫോൻസ ക്യാൻറ്റീനിലാണ്. ഞങ്ങൾ അതിനെ പള്ളി ക്യാൻറ്റീൻ എന്നാട്ടോ പറയുന്നത്. ഞാൻ ഈ പരിസരത്ത് കഴിച്ചിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തരാമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ലാഗൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ, സ്ഥിരമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ ഞങ്ങളവിടെ പോയി ബിരിയാണി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞ് റൈസ് വരുന്ന ബിരിയാണിയുള്ളത്. ഹാഫ് ബിരിയാണിയും കിട്ടും, ഫുൾ ബിരിയാണിയും കിട്ടും. ഹാഫ് ബിരിയാണിക്ക് 90 റുപ്പീസ് ആട്ടോ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു പീസും റൈസും ഒക്കെ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. മുട്ടയൊന്നുമില്ല, മുട്ട ഫുൾ ബിരിയാണിക്കകത്ത് വരുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു. അപ്പം ഈ മഴയുടെ ഇതൊക്കെ കാരണം നല്ല തണുത്ത് ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നനഞ്ഞൊരു രീതിയിലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കോളേജിലോട്ട് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.